തട്ട്. അല്ലല്ല എന്നാരും പറഞ്ഞു പറഞ്ഞാ മനസ്സിലാകത്തില്ല, ചെവിയും കേൾക്കത്തില്ല നിനക്കൊന്നും. നമ്മൾ കണ്ടോണ്ടിരിക്കുവോ? നീ ഒന്നും നിർത്തുന്നുണ്ടല്ലോ. കൊറേ നേരമായി എല്ലാണോ സ്കൂൾ പിള്ളേരെ പോലെ അടികൂടാൻ തുടങ്ങിയിട്ട്. അതെന്താ കുഞ്ഞപ്പ, നിന്നെ കളിക്കാൻ ഇറക്കാത്തതുകൊണ്ടാണോ നീ ഇങ്ങനെ കളിച്ചു നിൽക്കുന്നത്? കുഞ്ഞപ്പേട്ട ഒന്ന് സമാധാനപ്പെട്. ചേട്ടന് അടുത്ത റൗണ്ടിൽ കളിക്കാം. എന്താ അതുപോലെ? ഡാ, നീ അടുത്ത റൗണ്ടിൽ ഇറങ്ങണ്ട, ചേട്ടൻ കളിക്കട്ടെ. നീ പോടി അവിടുന്ന്. ഞാൻ കളിക്കും, നീ വേണമെങ്കിൽ മാറിയിരിക്കും. അതെടുത്ത ന്യായം. അവൾ ആദ്യത്തെ റൗണ്ടല്ലേ കഴിഞ്ഞോളൂ, നീ 3 എണ്ണം കഴിഞ്ഞു. നീ വേണേ അങ്ങോട്ട് മാറിയിരിക്കും. നീ പോടെ അവിടുന്ന്, അവളെ സപ്പോർട്ട് ചെയ്യാതെ. ഒന്നും നിർത്തുന്നുണ്ടോ എല്ലാരും? നിനക്കൊക്കെ കളിച്ചത് തമാശയാ. മനുഷ്യൻ കാര്യമായിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞാലും ആർക്കും ഒന്നും പിടിയിട്ടില്ല. ഞാൻ പോണു. നില്ല കുഞ്ഞപ്പ, നീ എന്തിനാ ഇങ്ങനെ ചൂടാവുന്ന? ഇത് വെറും കളിയല്ലേ. നമ്മൾ ഇവിടെ കിടന്ന് അടി കൂടുന്നതും അലമ്പുണ്ടാക്കുന്നതും പുതിയ കാര്യമൊന്നും അല്ലല്ലോ. എടി, നീ ഒന്നും മിണ്ടാതെ നിൽക്ക്. കുഞ്ഞപ്പൻ ഇത് വേറെന്തോ ഉദ്ദേശിച്ചിട്ടാ പറയുന്നത്. വേറെന്ത് കാര്യം? ഓ, അഞ്ജലിയുടെ കാര്യം ഓർത്തിട്ടാണോ കുഞ്ഞപ്പൻ ടെൻഷൻ അടിക്കുന്നത്? അവള് കല്യാണം കഴിഞ്ഞു പോയതല്ലേ കുഞ്ഞപ്പ. ഇനിയിപ്പൊ നമുക്കതിലെന്താ ചെയ്യാൻ പറ്റുന്നേ? എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷെ നമുക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അല്ല, കുഞ്ഞപ്പേട്ടൻ എന്താ ഉദ്ദേശിക്കുന്നേ? അഞ്ജലി ഇല്ലാതെ ഒരു രസവും ഇല്ല. ആകപ്പാടെ ഒരു മരവിപ്പ് പോലെ. അവൾ ഇവിടുന്ന് പോയിട്ട് ഇപ്പോൾ ദിവസം എത്രേ? അവളെ കുറിച്ച് ഒരു വിവരവും ഇപ്പൊ നമുക്ക് ആർക്കും അറിയില്ല. വിളിച്ചിട്ടാണ് അവളിട്ട് ഫോൺ എടുക്കുന്നതും ഇല്ല. ശരിയാ, ഞാനും 4-5 തവണ വിളിച്ചു, മെസ്സേജ് വായിച്ചു, ഒന്നിനും മറുപടി ഇല്ല. ഇത് അവള് മനഃപൂർവ്വം എടുക്കാത്തതാ. എനിക്ക് അങ്ങനെയാ തോന്നുന്നത്. അവൾക്ക് നല്ല വിഷമം കാണും. മാത്രമല്ല, എല്ലാം നമ്മളിൽ നിന്ന് ഒളിച്ചു വെച്ചത് കൊണ്ട് നമ്മളെ ഫേസ് ചെയ്യാനുള്ള ഒരു മടിയും കാണും. അതാണ് സംഭവം. നമുക്ക് പോയി അഞ്ജലി ഇനി നേരിട്ട് തിരിച്ചു വിളിച്ചോണ്ടോന്നാലോ? എന്റെ പൊന്നു കുഞ്ഞപ്പ, അഞ്ജലി ഹോസ്റ്റലിൽ നിന്ന് പഠിക്കാൻ പോയതല്ല. നമുക്ക് തോന്നുമ്പോ പോയി വിളിച്ചോണ്ട് വരാൻ. അവള് കല്യാണം കഴിഞ്ഞു പോയതാ അവളുടെ ഭർത്താവിന്റെ വീട്ടിലേക്ക്. അപ്പൊ പിന്നെ നീ പറയും പോലെ ഒന്ന് പറഞ്ഞ രണ്ടാമത് നമുക്ക് അവളെ പോയി വിളിച്ചോണ്ട് വരാൻ പറ്റില്ല. ഇതവളുടെ ലൈഫിന്റെ കാര്യമാ. ലൈഫ് നമ്മളൊന്നും ഇല്ലാതെ അവക്ക് എന്തൊരു ലൈഫ്? എനിക്ക് ഉറപ്പാ, നമ്മളെ ഒന്നും കാണാതെ അഞ്ജലിക്ക് അവളുടെ ഭർത്താവിന്റെ വീട്ടിൽ സന്തോഷത്തോടെ കഴിയാൻ പറ്റില്ല. എന്റെ കുഞ്ഞപ്പേട്ട, വെറുതെ സിറ്റുവേഷൻ മനസ്സിലാക്കാതെ സംസാരിക്കല്ലേ. അവളുടെ കല്യാണം സാധാരണ രീതിയിൽ നടന്ന ഒന്നല്ല. മാത്രമല്ല, അവളെ ഇവിടെ നിന്നും അവളുടെ വീട്ടുകാര് തന്നെ നടതള്ളിയ പോലെയാ പറഞ്ഞു വിട്ടത്. ഈ സാഹചര്യത്തില് അവൾക്കിനി ഇങ്ങോട്ടൊരു തിരിച്ചുവരവ് ചിന്തിക്കാൻ പോലും സാധിക്കില്ല. അതുകൊണ്ട് അഞ്ജലിയെ തിരികെ കൊണ്ടുവരുന്ന കാര്യം നീ സ്വപ്നത്തിൽ പോലും വിചാരിക്കണ്ട. അപ്പോ അവളിനി ഒരിക്കലും ഇങ്ങോട്ട് വരില്ലെന്നാണോ പറയുന്നത്? അതെ, ശിവരാമൻ സാർ ആകെ കലി കൊണ്ട് നിൽക്കുക. അഞ്ജലിയോടുള്ള ദേഷ്യം ഇതുവരെ മാറിയിട്ടില്ല. ഇനി ശിവരാമൻ സാർ അടങ്ങിയാലും ആ ബുൾഡോസർ ഇന്ദിരമ്മായി അടങ്ങില്ലല്ലോ. അതാണ് പ്രശ്നം. അഞ്ജലിക്ക് ഇങ്ങോട്ട് വരാൻ പറ്റില്ലായിരിക്കും, പക്ഷെ നമുക്ക് അങ്ങോട്ട് പോകാലോ. എന്താ, പൊക്കൂടെ? ആ, അത് സംഗതി ആലോചിക്കബിളാണ്. പക്ഷേ എന്തോന്ന്? പക്ഷേ കുഴപ്പമാവൂ? എന്തോന്ന് കുഴപ്പം? ഒരു കുഴപ്പമില്ല. ഈ കാര്യത്തിൽ ഞാൻ കുഞ്ഞപ്പച്ചേട്ടൻ്റെ കൂടെ. അതെ, അഞ്ജലി അവളുടെ വീട്ടുകാർ നടതള്ളിയാലും നമ്മുടെ ഫ്രണ്ട്സിനെ അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോ നമുക്ക് അങ്ങോട്ട് പോവാന്നാണോ നിങ്ങൾ എല്ലാരും പറയുന്നത്? അതിലെന്താ സംശയം? നമ്മൾ പോകുന്നു. കൂട്ടിക്കൊണ്ടു വരാൻ പറ്റിയില്ലെങ്കിലും അവളുടെ വിശേഷങ്ങൾ ഒന്നുപോയി തിരക്കാലോ. അത് നമ്മളുടെ ഉത്തരവാദിത്വമല്ലേ? ഞാൻ ഏതാനും തീരുമാനിച്ചു കഴിഞ്ഞു. എന്റെ കൂടെ വരാൻ താല്പര്യമുള്ളവർക്ക് ഇപ്പൊ കൈതരാം. അപ്പോ നമ്മളെല്ലാവരും ചേർന്ന് ചലോ അഞ്ജലി വീട്.
ഗുഡ് മോർണിംഗ് അഞ്ജലി. ഗുഡ് മോർണിംഗ് മുത്തശ്ശി. ഇതങ്ങോട്ട് പിടിക്ക്. രാവിലെ ചൂടായിട്ടൊരു കോഫി എന്റെ വക. മോക്ക് കോഫി ഇഷ്ടമാണല്ലോ അല്ലേ? അങ്ങനെ അഡ്വക്കേറ്റ് അഞ്ജലിക്ക് ഈ വീട്ടിലെ ആദ്യത്തെ ബെഡ് കോഫി ഈ ശിവശങ്കരി BA-BL വക തന്നെ ആയിക്കോട്ടെ എന്ന് കരുതി. എന്താ ഓക്കെ ആണല്ലോ? അർജുൻ രാവിലെ പോയല്ലേ? അറിയില്ല മുത്തശ്ശി, ആളിന്നലെ റൂമിലോട്ട് വന്നില്ല. രാത്രി കാവ്യ വന്ന് പ്രശ്നം ഉണ്ടാക്കിയപ്പോ. ആ ഇരിക്കെ. ആ അറിഞ്ഞു. അതങ്ങനെ ഒരു ജന്മം വിട്ടുകള. എനിക്ക് തോന്നുന്നത് അർജുൻ രാവിലെ എഴുന്നേറ്റ് കൃഷിയിടത്തിലേക്ക് എങ്ങാനും പോയിരിക്കുമെന്നാ. മോള് കണ്ടിട്ടില്ലല്ലോ അവന്റെ കൃഷിയിടം. കാണണം, അത് കാണേണ്ട ഒരിടം തന്നെയാ. വാഴയും ചീരയും മത്തനും പടവലവും ഹോ, എല്ലാം നല്ല നിറവോടെയാ അച്ചൂട്ടൻ നട്ടു വളർത്തിയിരിക്കുന്നത്. നമുക്കൊരു ദിവസം ഒരുമിച്ച് പോകാം അവിടെ. നോക്ക്, നീ ഇപ്പൊ എന്താ ചിന്തിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇനി അതൊക്കെ ആലോചിച്ചിട്ടോ വിഷമിച്ചിട്ടോ ഒരു കാര്യവുമില്ല. ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ. സത്യത്തിൽ എന്റെ അച്ചൂട്ടൻ പാവം. അത് പോകെ പോകെ മോൾക്ക് മനസ്സിലാവും. അതൊക്കെ പോട്ടെ. ഞങ്ങളെല്ലാവരും രാവിലെ തന്നെ കുടുംബക്ഷേത്രത്തിലേക്കൊന്ന് പോവാ. ഇന്നായില്ലോ അല്ലേ? മോള് വരുന്നുണ്ടോ? അല്ല, അത് പിന്നെ മുത്തശ്ശി, ഞാൻ ഇപ്പൊ അങ്ങോട്ട് എഴുന്നേറ്റല്ലേ ഉള്ളൂ. മാത്രല്ല. മനസ്സിലായി. മോളിന്ന് വരണ്ട. തൽക്കാലം മോള് ചെന്ന് കുളിച്ചൊന്ന് ഫ്രഷ് ആവ്. എന്നിട്ട് ഈ വീടും വീട്ടിലെ സാഹചര്യങ്ങളും ഒക്കെ ആയിട്ടൊന്ന് പൊരുത്തപ്പെടാൻ നോക്കണം. ബാക്കിയൊക്കെ നമുക്ക് വഴിയേ ശരിയാക്കാം. ആ പിന്നെ ഒരു കാര്യം. ഇന്നലെ രാത്രി ഇവിടെ നടന്ന സംഭവങ്ങളൊക്കെ മോളൊരു കെട്ട കനവായിട്ട് കണ്ടാ മതി. കാവ്യെ നിനക്ക് തൽക്കാലം മറക്കാം. പക്ഷേ ഈ ശംഖുചക്രത്തില് ഇനി അങ്ങോട്ടുള്ള നിന്റെ ജീവിതത്തിലും ഇതുപോലെയുള്ള പല പ്രതിസന്ധികളും ഉണ്ടാവും. അവിടെയൊക്കെ നീ ഭയക്കേണ്ടത് ഈ കാവ്യയെയോ അഡ്വക്കേറ്റ് രാഘവൻ ഉണ്ണിയെയോ ഒന്നുമല്ല, സ്വന്തം സഹോദരി അനുപമയെ തന്നെയാണ്. അവളാണ് ഈ ശംഖുചക്രത്തിലെ ശരിക്കുള്ള വിഷസർപ്പം. കടിയേൽക്കാതിരിക്കാൻ നീ തന്നെ ശ്രദ്ധിക്കണം എന്നർത്ഥം. ഇവിടെ ഒരു പൂച്ചക്കുഞ്ഞോലും ഇല്ലല്ലോ. ഇന്നലെ ആദ്യ രാത്രി ആഘോഷിക്കാൻ പോയതിനെ കുറിച്ച് ഒരു വിവരവും ഇല്ല. ഇനി എങ്ങാനും അവൻ്റെ ഫസ്റ്റ് നൈറ്റ് ലാസ്റ്റ് നൈറ്റായി കാണുമോ? ബെല്ലടിച്ച് നോക്കാം. വേണ്ട, പോളിയും ബെല്ലടിച്ചിട്ട് ഇനി എങ്ങാനും ആ തന്ത വക്കീൽ ഇറങ്ങിയോന്ന് ഞാൻ സീനാകും. ഒന്നും കൂടെ ഒന്ന് വിളിച്ചു നോക്കാം. ഇനി എങ്ങനെ അഞ്ജലിയുടെ അടി മേടിച്ചാൽ തെങ്ങിൻ്റെ മുകളിലെല്ലാം കയറിയ പറയാൻ പറ്റൂല. ഒന്നും കൂടെ ഒന്ന് വിളിച്ചു നോക്കാം. ഇവന് അമ്പാടിയില്ലേ? ഇവനെന്തിനാ ഈ നേരത്തെ ഇവിടെ കിടന്ന് ഇറങ്ങുന്നത്? കൂട്ടുകാരന്റെ കല്യാണ വിശേഷം ഭംഗിയായോന്ന് തിരക്കി വന്നതായിരിക്കും.
ഇവനും കൂടെ ചേർന്നിട്ടാ എന്റെ കണ്ണിൽ വിരലിട്ട് കറക്കുന്നേ. ഇവനെ ഇട്ടൊന്ന് കറക്കിയേ പറ്റൂ. ഈ വീട്ടിലെ എല്ലാ ഉറക്കമാണ്. ഹലോ, താനെന്താ ഇവിടെ കിടന്ന് കറങ്ങുന്നേ? അത് പിന്നെ പാടത്തെ ചീര നടാനുണ്ടായിരുന്നു. അതിന്റെ വിത്തെടുക്കാനായിട്ട് അർജുനെ കാണാൻ. നീയൊക്കെ കൂടെ വിത്തിറക്കി എന്റെ ജീവിതം ഒരു വഴിയാക്കിയപ്പോ സമാധാനമായല്ലോ അല്ലേ? അയ്യോ, ചേട്ടത്തിക്ക് എന്തു പറ്റി? ചേട്ടത്തിന്റെ ജീവിതം വഴിയാതാരമായിരുന്നു ആര് പറഞ്ഞു? ദേ, എന്റെ മുന്നിൽ പൊട്ടം കളിക്കല്ലേ. താനൊക്കെ കൂടി പ്ലാൻ ചെയ്തല്ലേടോ ആ അഡ്വക്കേറ്റ് അഞ്ജലി ഈ വീട്ടിൽ കൊണ്ട് കയറ്റിയത്. എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ നാടകം കളിക്കുന്നു. മുമ്പൊരിക്കൽ അർജുന്റെ പ്രേമത്തെക്കുറിച്ച് ഇതേ ഇടത്തിൽ വെച്ച് ഞാൻ തന്നോട് ചോദിച്ചിരുന്നു. ഓർമ്മയുണ്ടോ തനിക്ക്? ചെറുതായിട്ട്. അന്ന് താൻ എന്നോട് എന്താ പറഞ്ഞത്? അർജുൻ അങ്ങനെ ഒരു പ്രേമമേ ഇല്ല, ഉണ്ടെങ്കിൽ തന്നെ എനിക്കൊട്ട് അറിയേ ഇല്ലാന്ന്. എന്തായിരുന്നു തന്റെ അന്നത്തെ പെർഫോമൻസ്? അത് പിന്നെ ചേട്ടത്തി, ഞാൻ ഒരു സത്യം പറയട്ടെ. ചേട്ടത്തി പറയുന്ന ഒന്നും എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. ആക്ച്വലി ഇവിടെ എന്താണ് സംഭവിച്ചത്? അർജുനെ ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല. ഞാനിന്ന് വെളുപ്പിന് നാഗപട്ടണത്തിൽ നിന്ന് എത്തിയതേ ഉള്ളൂ. അതാണ് ചോദിച്ചത്, ഇവിടെ എന്താണ് ഹാപ്പൻ? ഇവിടെ സംഭവിച്ചതൊന്നും നിനക്ക് അറിയില്ല അല്ലേ? എന്നാ കേട്ടോ, അർജുന അഡ്വക്കേറ്റ് അഞ്ജലിയെ താലി കെട്ടി ഈ വീട്ടിൽ കൊണ്ടുവന്നിരുന്നു. ഉയ്യോ, ആണോ? മതി നാടകം കളി. പട്ടാപ്പകല് എല്ലാരും കാണെ ഇവിടെ കയറി വന്ന അഞ്ജലിയെ രാഖി രാമാനം രാഘവനങ്ങൾ ഇവിടുന്ന് അടിച്ചിറക്കി വിട്ടു. ആ ഗേറ്റ് വഴി. എന്താ അറിഞ്ഞത് മതിയോ തനിക്ക്? അല്ല, അപ്പൊ അർജുൻ അഞ്ജലിയെ രക്ഷിക്കാനെന്നും പറഞ്ഞ് തന്റെ കൂട്ടുകാരനും പിന്നാലെ പോയിട്ടുണ്ട്. അതാ താൻ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തത്. സത്യം പറഞ്ഞ എനിക്ക് തോന്നുന്നതേ അവനിപ്പോ വല്ല പോലീസ് സ്റ്റേഷനിലോ ഹോസ്പിറ്റൽ മോർച്ചറിയിലോ കാണുമെന്ന്. അവള് റെയിൽവേ ട്രാക്കിൽ തല വെച്ച് ട്രെയിൻ ഇടിച്ചിട്ട് കേസ് നോക്കാൻ. താനും കൂടെ ചെല്ല്. ഇപ്പോഴാ തന്നെ കൊണ്ട് കൂട്ടുകാരൻ ആവശ്യം. ചെല്ല്. ഇവൻ ഇനി കുറെ കറങ്ങിക്കോളും. റാസ്കൽ. അതെ, ഒരു സമാധാനമില്ല. അതെ അതെ, ഡോക്ടർ ജോർജ് സക്കറി തന്നെ. എക്സാക്ട്ലി. ബാംഗ്ലൂർ മെഡിസിറ്റിയിൽ നിന്ന് കഴിഞ്ഞ മാസം സിറ്റി ഹോസ്പിറ്റലിലേക്ക് ജോയിൻ ചെയ്തു. വൺ ഓഫ് ദ ബെസ്റ്റ് സൈക്കാട്രിസ്റ്റ് അവൈലബിൾ ഇൻ അവർ ടൗൺ. ഞാൻ എല്ലാം പറഞ്ഞ് ഏർപ്പാടാക്കിയിട്ടുണ്ട്. തൽക്കാലം അവൾക്കൊരു ചെറിയ ചേഞ്ച് വേണം. അതും അവള് പോലും അറിയാതെ ഒരു കൗൺസിലിംഗ്. ഞാൻ അത്രേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. എന്നാ ശരി, ഞാൻ പിന്നീട് അങ്ങോട്ട് വിളിച്ചോളാം. അച്ഛാ, അമ്മ പറഞ്ഞത് ശരിയാണോ? നിന്റെ അമ്മ എന്താണെന്ന് എന്നോട് പറഞ്ഞത്? അത് അറിഞ്ഞാലല്ലേ ശരിയാണോ തെറ്റാണോ എന്ന് പറയാൻ പറ്റൂ. അല്ല, അച്ഛൻ കാവ്യയെ ഏതോ സൈക്കാട്രിസ്റ്റിനെ കാണിക്കാൻ കൊണ്ടുപോകണമെന്ന്. നീ കേട്ടത് ശരിയാ. തൽക്കാലം കാവ്യമോളെ കുറച്ച് ദിവസം ഒരു കൗൺസിലിങ്ങിന് ഇരുത്തണം. ഇവിടുന്നൊന്ന് മാറ്റി നിർത്തണമെന്നാ ആദ്യം കരുതിയത്. അവൾ ആകെ ഷാർട്ടേഡ് ആയിട്ട് നിൽക്കുകയല്ലേ. ഒരു ചേഞ്ച് നല്ലതാ. അവള് ഒന്ന് റിഫ്രഷ് ആവട്ടെ. അച്ഛാ, അങ്ങനെയാണെങ്കിൽ ആ കൗൺസിലിംഗ് നമ്മുടെ നാട്ടിൽ നിന്ന് മാറ്റിയിട്ടാവുന്നത് നല്ലത്. ബാംഗ്ലൂരാണെങ്കിൽ ഞാനും കൂടെ കാവ്യക്കൊപ്പം പോവാം. അവൾക്കൊരു കൂട്ടുമാവുമല്ലോ. അയ്യോ, എന്റെ പൊന്നു മോനെ, വേണ്ടായേ. തൽക്കാലം എന്റെ മോൻ ഇവിടെയുള്ള കൂട്ടരുമായിട്ടൊക്കെ തന്നെ അങ്ങ് കൂടിയാ മതി. അച്ഛാ, അത് പിന്നെ അവളുടെ കാര്യമായതുകൊണ്ടാ ഞാൻ. ഒരു കാര്യവും ആക്കണ്ട. നിന്റെ ചാട്ടം എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. കാവ്യക്ക് കൂട്ടിരിക്കാനാണെന്ന് പറഞ്ഞ് ബാംഗ്ലൂർക്ക് പോയിട്ട് നിനക്ക് ആ ഗോവിന്ദന്റെ മോളുടെ കൂടെ ചുറ്റണം. കൊള്ളാം. അത് നീ അങ്ങ് മനസ്സിൽ വെച്ചിരുന്നാ മതി. അവളുടെ കൗൺസിലിംഗ് ഇവിടെ മതി. അല്ല, കാർത്തിക് പറയുന്നതിലും കാര്യമില്ലേ? ഇങ്ങനൊരു മാനസിക സ്ഥിതിയിൽ ഈ നാട്ടിൽ തന്നെ ചികിത്സിക്കാന്ന് വെച്ചാ നാട്ടുകാര് പറയും കാവ്യക്ക് മനോരോഗമാണെന്ന്.
ഒരു കുഴപ്പമില്ല. എടി, ഇതൊക്കെ ആരും അറിയാതിരിക്കാനുള്ള ഏർപ്പാടുകളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. നീയും എവനും അതിനെക്കുറിച്ചൊന്നും ആലോചിച്ച് കൂടുതൽ ബേജാറാവണ്ട. കാവ്യമോളുടെ പേരും പറഞ്ഞ് യവൻ ഈ ചാട്ടം ചാടുന്നതേ ആ ഗോവിന്ദന്റെ മോളെ കണ്ടിട്ടാ. അത്ര അത്യാവശ്യമാണെങ്കിൽ അവനതങ്ങ് നടത്തി കൊടുക്കണം. കാവ്യക്ക് അർജുനാണെങ്കിൽ കാർത്തിക്കിന് നീരജായാലും എന്താ പ്രശ്നം? ആ അങ്ങനെ ചോദിക്കാമേ, എനിക്കും മനസ്സിലാവാത്ത അതാ. പ്രശ്നമുണ്ട്. ദേ, നിങ്ങൾ രണ്ടുപേരും കേൾക്കാൻ വേണ്ടിട്ട് പറയാ. കാവ്യ ഇന്നലെ ഇവിടെ കാണിച്ചു കൂട്ടിയതൊക്കെ നിങ്ങൾ രണ്ടാളും കണ്ടല്ലോ. അവളെ ഈ ഗതിയിലാക്കിയ രാഘവൻ ഉണ്ണിയോടും അയാളുടെ കുടുംബത്തിനോടും ഇനി പഴയതുപോലൊരു ബന്ധം തുടരാൻ എനിക്കാവില്ല. മറിച്ച് സംഭവിക്കണമെന്നുണ്ടെങ്കിൽ അയാള് ആ രാഘവൻ പറഞ്ഞതുപോലെ അർജുന്റെയും കാവ്യയുടെയും വിവാഹം നടക്കണം. അതുണ്ടാവാത്തിടത്തോളം കാലം രാഘവനോട് ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ തന്നെയാണ് എന്റെ തീരുമാനം. എന്നുവെച്ചാ അത് തന്നെ. അഡ്വക്കേറ്റ് രാഘവനുണ്ണിയും MP വിശ്വംഭരക്കുറുപ്പും ഇനി കുറച്ചു നാള് 2 തോണിയിലായിരിക്കും സഞ്ചരിക്കുക. പക്ഷെ കാർത്തിക്കിന്റെ കേസ് കഴിയുന്നത് വരെ ഞാൻ അയാളെ ഒന്നും ചെയ്യില്ല. അത് കഴിഞ്ഞ പിന്നെ എന്താണ് വേണ്ടതെന്ന് എനിക്കറിയാം. ഈ കുറുപ്പ് അത് ചെയ്യും. അപ്പോ അവരറിയും ഈ വിശ്വംഭരക്കുറുപ്പിന്റെ പവർ എന്താണെന്ന്. അയ്യോ, അങ്ങനെ അറുത്തു മുറിച്ചൊന്നും പറയില്ലേ അങ്കിളെ. അയ്യോ, അങ്ങനെ അറുത്തു മുറിച്ചൊന്നും പറയില്ലേ അങ്കിളെ. ജീവിതത്തിൽ ഇങ്ങനെ ഒരു പ്രതിസന്ധി ഘട്ടം വരുമ്പോ ആത്മമിത്രത്തെ ചേർത്തല്ലേ നിർത്തേണ്ടത്. അല്ല, അതല്ലേ അതിന്റെ ഒരു ശരി. അങ്കിളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഓ, അത് ശരി. മതമിളകി നിൽക്കുന്ന ഈ വിശ്വംഭരക്കുറുപ്പിനെ മെരുക്കാൻ നിന്റെ അമ്മായിയപ്പം പറഞ്ഞു വിട്ടതാണോടി കൊച്ചേൻ തന്നെ? ഒരിക്കലും അല്ല. പിന്നെ എന്തിനാ എന്നെയും രാഘവനെയും ചേർത്ത് നിർത്താനായിട്ട് നീ ഇങ്ങോട്ട് പുറപ്പെട്ടു പോകുന്നത്? എന്താണ് ആവശ്യം? അയ്യോ, കുറുപ്പങ്കിൾ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക. ഞാൻ രാഘവനങ്കിളിനെ ചേർത്ത് നിർത്തണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. ചേർത്ത് നിർത്തിയിട്ട് എന്ത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പറഞ്ഞോ? കാർത്തിക്കും സേതുവും അകത്തോട്ട് പോകും. ഞാന് ഇവളോടൊന്ന് ഒറ്റയ്ക്ക് സംസാരിക്കട്ടെ. നീ എന്താടി കൊച്ചേ ഈ പറഞ്ഞു വരുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മനസ്സിലാക്കി തരാം. എ ഫ്രണ്ട് ഇൻ നീഡ് ഈസ് എ ഫ്രണ്ട് ഇൻഡീഡ് എന്നാണ് പറച്ചില്. അതുകൊണ്ട് ഈ പനക്കൽ തറവാട്ടിന്റെ മാനം കപ്പല് കയറി നിൽക്കുന്ന ഈ പ്രതിസന്ധി ഘട്ടത്തിലും MP വിശ്വംഭരക്കുറുപ്പ് അഡ്വക്കേറ്റ് രാഘവനുണ്ണിയെ ആത്മമിത്രമായി കണ്ട് അദ്ദേഹത്തെ ചേർത്തങ്ങ് നിർത്തണം. എന്നിട്ട് രാഘവനുണ്ണി ഇതുവരെ പണിത പണിക്കെല്ലാം കൂടെ ചേർത്ത് ഒരു മറുപണി അങ്ങോട്ട് പണിത് കൊടുക്കണം. സമയം വരുന്നുണ്ട്, ഉടൻ തന്നെ. എന്ന് പറഞ്ഞ നീ എന്താ ഈ പറഞ്ഞു വരുന്നേ? സിമ്പിൾ. തന്നെ ചതിച്ച അഡ്വക്കേറ്റ് രാഘവനുണ്ണിയെ വിശ്വംഭരക്കുറുപ്പ് അവസരം വരുമ്പോ തിരിച്ചു ചതിക്കുന്നു. പകരത്തിന് പകരം, അത്ര തന്നെ. ചതിക്ക് ചതിയും പകരത്തിന് പകരം ഒന്നും നീ എന്നെ പഠിപ്പിക്കണ്ട. ഇവിടെ പ്രസക്തമായ ചോദ്യം, നിന്നെ ഞാൻ ഇനി എങ്ങനെ വിശ്വസിക്കും എന്നുള്ളതാണ്. വിശ്വസിക്കണം, വിശ്വസിച്ചേ പറ്റൂ. കാരണം അഡ്വക്കേറ്റ് അഞ്ജലിയെ ആ ശംഖചക്രം വീട്ടിൽ നിന്നും എന്നേക്കുമായി പുറത്താക്കേണ്ടത് നിങ്ങളെക്കാൾ എന്റെ ആവശ്യമാണ്. സ്ട്രിക്ട്ലി പേഴ്സണൽ ആയ ആവശ്യം. എല്ലാം ഞാൻ പറയാം അങ്കിളിനോട്.
പക്ഷേ അതിനു മുമ്പ് എനിക്ക് കാവ്യ ഒന്ന് കാണണം. അവളെവിടെ? ഞാനൊന്ന് മുറിയിൽ പോയി നോക്കട്ടെ. ഇവള് ഒരു വിഷസർപ്പവാ. ആ മാളം വിട്ട് ഇവിടെ കയറി വന്നിട്ടുണ്ടെങ്കിൽ എന്തോ ഉന്നം വച്ചിട്ടുണ്ടെന്നുള്ളത് ഉറപ്പാ. സൂക്ഷിച്ചു വേണം ഇവളെ കൈകാര്യം ചെയ്യാൻ. സാർ, ഞാൻ കേട്ടത് ആ അഞ്ജലി എന്തൊക്കെയോ സംതിങ് ബിഗ് പ്ലാൻ ചെയ്യുന്നുണ്ടെന്നാ. ബാർ അസോസിയേഷനിലെ അടക്കം പറച്ചില്. അത് കേട്ടപ്പോൾ മുതൽ ഞാൻ നല്ല ടെൻഷനില്ല. അവളുടെ മുമ്പിൽ നമ്മൾ ഈ കേസ് തോറ്റാൽ പിന്നെ പലരുടെയും മുമ്പിൽ നമുക്ക് തല നിവർത്തി നിൽക്കാൻ പറ്റില്ല. അഞ്ജലി, ചായ.